हरिः ओम् भद्रं कर्णे विशृणुयामदेवा भद्रं पश्येमाक्षवेत्रातरङ्गे सुष्ठुभागं स्वस्तनो विवेचयामि देवैदमेदासुस्नेन्द्रोर्दुशासुस्नेपुरुषविशेषुस्नेसाक्षात्स्नेहसुस्नेवरस्यदातु ശാന്തി ശാന്തി ശാന്തി. അതായത് നാരായണീയം മലയാളത്തിൽ പറയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമമുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ മാഹാത്മ്യം തന്നെയാണ്, അതിൻ്റെ വിശേഷം തന്നെയാണ്. ശാസ്ത്രങ്ങൾ പലതും അതിൽ അലങ്കാരമായിട്ട് കിടക്കുന്നു. വൃത്തായാലും ശരി, അതേപോലെ അതിൻ്റെ ആലങ്കാരികതയായാലും ശരി, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളായാലും ശരി, ന്യായമായാലും ജ്യോതിഷമായാലും വേദാന്തമായാലും അത് എന്താ പറയുക, ഒന്നോടൊന്ന് പിന്നിപ്പണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ അത് പ്രമാണവേദ്യമാക്കൽ എന്ന് പറഞ്ഞാൽ അത് സ്പഷ്ടീകരിക്കൽ എന്ന് പറഞ്ഞാൽ അവിദ്യയുടെ പ്രപഞ്ചത്തിൽ അതിനെ നിവർത്തിച്ചു കാട്ടൽ എന്ന് പറഞ്ഞാൽ സർവസാക്ഷാത്കാരം, സർവർക്കും സാക്ഷാത്കാരാവുന്ന തരത്തിൽ അതിനെ മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറയുന്നത് അത്യന്തം കഠിനമായിട്ടുള്ളൊരു വിഷയമാണ്. എന്നാലും വലിയ വലിയ മഹാന്മാർ ഇത് പരിശ്രമിച്ചിട്ടുള്ളത്, സാക്ഷാത്കാരം ഏർപ്പെട്ടിട്ടുള്ളവർ, സാക്ഷാത്കാരം ഉണ്ടായതുകൊണ്ടും മുന്നിലുണ്ടായ വിദ്വാൻമാർക്ക് ഉണ്ടായതുകൊണ്ടും ഇപ്പോഴും ചിലർ അതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണുന്നത് കൊണ്ടും ശേഷം നമ്മളോട് ശിഷ്യന്മാരിൽ അതിൽ പരിശ്രമിക്കുന്നതുകൊണ്ട് അപ്പോൾ വലിയ വലിയ മണിദ്രാവിഡ മഹേശ്വരം പോലുള്ള ആളുകളെല്ലാം ശാസ്ത്രങ്ങൾ അന്യ ശാസ്ത്രങ്ങൾ അറിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള അതിൽ നിന്ന് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കിട്ടുന്നതാണ് ലോകക്ഷേമകരമായിട്ടുള്ളത്. അതുകൊണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ലോകത്തിനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേശ്ശെ ഒരു ജ്ഞാനത്തിൻ്റെ ചെറിയൊരു ഭാഗം തരാൻ പറ്റുമെന്ന് നോക്കുകയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമസതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനങ്ങളുടെയാണ് ഭാഗ്യം. ജനങ്ങളുടെ ആ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യാധിപതി ബലവാനായിരുന്നാലോ, ഭാഗ്യാധിപതി 9ാം ഭാവത്തിലുണ്ടായിക്കഴിഞ്ഞാലോ, ഭാഗ്യാധിപതി ഉച്ചത്തിൽ 9ാം ഭാവത്തിലുണ്ടായാലോ പൂർണ്ണമായിട്ടും അവന് ഭാഗ്യം കിട്ടാനുള്ള എല്ലാ യോഗമുണ്ട്. അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പരിമിതമാണ്, വ്യവഹാരികമായിട്ടുള്ള പരിമിതിയുണ്ട്. ഇന്നലെ ഗ്രഹയോഗങ്ങൾ കൊണ്ടുണ്ടാവുന്നത് തത്കാലത്തുള്ളതാണ്. അപ്പൊ ഈ ഗ്രഹയോഗങ്ങൾ ഉണ്ടാവുന്നതാണെങ്കിൽ ഉണ്ടാവാത്തതായ ഒരു യോഗം ഉണ്ടാവണം. അതും ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഒരുപോലും വ്യാധി വരാതെ വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതായ ചില ലക്ഷണങ്ങളെല്ലാം ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജീവ ആരംഭത്തിൽ നിന്ന് അവസാനം വരെ മരണം ഒരു വിധത്തിലുള്ള വ്യാധി ഇല്ല എന്നുള്ള ഗ്രഹനിലകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും ആ ശാസ്ത്രത്തിൽ പറഞ്ഞതായ അനുഭവിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൂടെ അത് അനുഭവിക്കണം നിർബന്ധമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങളാല് ആ ഏற்கனவே സമ്പാദിച്ച പുണ്യം അത് നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഒരു ചൊട്ട് വിഷം വീണ് കഴിഞ്ഞാൽ അത് മുഴുവനും അതെങ്ങനെയാണ് നശിക്കുന്നത്. അതുപോലെ ആ പുണ്യത്തിനെ നശിപ്പിക്കാനുള്ളതായ ചില വഴികളൊക്കെ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള വിഷങ്ങൾ തൊട്ട് തീർപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായ ബ്രഹ്മവിദ്യയാണ്. അത് ശാരീരികമാണ്. അതായത് അവിദ്യാ സംബന്ധം സ്പർശിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് ബ്രഹ്മവിദ്യ. അപ്പോൾ തത്വം ബ്രഹ്മ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അറിഞ്ഞവര് യാഥാസ്ഥികരായിട്ട് നിൽക്കും. ഇതെങ്ങനെയുണ്ടോ അങ്ങനെ നിൽക്കും. പ്രപഞ്ചത്തിന് എപ്പോഴും മാറ്റം ഉണ്ടാകുന്നില്ല. അവിദ്യയോടുകൂടി തന്നെ പ്രപഞ്ചം അവിദ്യയായി തന്നെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ വിദ്യയോടുകൂടെ നിൽക്കേണ്ടവർ വിദ്യയോടുകൂടെ നിൽക്കും. വിദ്യയോട് നിൽക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നല്ല പുണ്യം ചെയ്തിരിക്കണം. ദാനേന യജ്ഞേന തപസ അനാശകേന എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാശകമായിട്ടുള്ളതായ കർമ്മത്തിന് യോഗ്യതയുള്ളവർ ആ കർമ്മഫലത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് ജ്യോതിശാസ്ത്രം പറഞ്ഞ തെറ്റല്ല. അത്രയും കഴിവുള്ളതായ യോഗ്യത എന്നുള്ളതായ ജാതകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വ്യാധി വരാൻ പറ്റില്ലെങ്കിലും അവർ അവഹേളിക്കാൻ പാടില്ലാത്തതായ പൂർണ്ണ യോഗ്യതയുള്ളതായ ബ്രഹ്മവിത്തുക്കളായ
അവരെ അറിയാതെ നിന്ദിക്കുന്ന പക്ഷത്ത് അവർക്കും വ്യാധിയാദികൾ വരുന്നില്ല, ഒരു സംശയമില്ല. ഇത് അപഗതി മാത്ര വിഷയമായതുകൊണ്ട്, വിജ്ഞാനേക വേദ്യമായതുകൊണ്ട്, ശാസ്ത്രപ്രവൃത്തി വീണ്ടും വീണ്ടും ഉള്ളവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന രഹസ്യങ്ങളാണ്. രഹസ്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കണമെന്നും പണിയുണ്ട്. എങ്കിലും അതിലേക്ക് പരിശ്രമം ഉള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സാമാന്യത്തിന് വിശേഷം ബാധിക്കുന്നുണ്ടെങ്കിൽ ആ വിശേഷം ഏതാണ് ബാധിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, കാലിന് മുള്ളാന്നുള്ളതെങ്കിൽ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാറുള്ളൂ. അതേപോലെ അവിദ്യ എന്നുള്ളത് മുഴുവനായിട്ട് തുടച്ചു നീക്കപ്പെടുന്ന സമയത്ത് വിദ്യ എന്നുള്ളതിന്റെ ഫലം അറിയുള്ളൂ. കുറച്ച് പോയി കഴിഞ്ഞാൽ അത് അറിയും. അപ്പോൾ കുറച്ച് അവിദ്യയുണ്ട്, കുറച്ച് വിദ്യയുണ്ട് എന്നല്ല പുണ്യഭാവം. ഈ പുണ്യഭാവം സമമായിട്ടുള്ള ഏകദേശം സമമായിട്ടുള്ള സമയത്താണ് മനുഷ്യജന്മം. പുണ്യം അധികമുള്ള സമയത്ത് ദേവജന്മം. അപ്പോൾ പുണ്യവും പാവവും പാവം അധികമാവുന്ന സമയത്ത് ജയസംപ്രേസാണ് തൃതീയ സ്ഥാനം എന്നുള്ള മൂന്നാമത്തെ അവസ്ഥ. പുല്ല് പൂച്ചി പോലെയില്ലാതെ, പുൽപ്പൊടികൾ പോലെയില്ലായ അവസ്ഥ. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കുകയും സാന്ദ്രമായത് ആനന്ദമായത്, സാന്ദ്രാനന്ദമായത്, ഇതരേതര വിശേഷണ വിശേഷ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സാന്ദ്രം ഏത് സാന്ദ്രമായിട്ടുള്ളതോ അത് ആനന്ദമായിട്ടുള്ളതാണ്. ഏത് ആനന്ദമായിട്ടുള്ളതോ അത് അവബോധാത്മകമായിട്ടുള്ളതാണ്. ഏത് അവബോധാത്മകമായിട്ടുള്ളതാണോ അത് സാന്ദ്രവും ആനന്ദവുമാണ്. സാന്ദ്രവും ആനന്ദവും അവബോധമാണെങ്കിൽ അത് ഉപമിതമല്ല, അതിന് ഉപമാനം ഇല്ല. അതായത് ചന്ദ്രനെ പോലെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലതല്ലേ സാമീപ്യമുള്ളൂ. ചന്ദ്രനെ പോലെ മിണ്ടാണ്ടും ശീതളത്വവും പാവനത്വവും അട്രാക്ഷനും എല്ലാം മുഖത്തിനുണ്ടാവുമായിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ മുഖം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതാണ്. ചന്ദ്രന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചില വിരോധങ്ങളുണ്ടാവും. ശബ്ദത്തിന് വിരോധം എന്നുള്ളത് സർവ്വസാധാരണമാണ്. ഒരു ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വിരോധാർത്ഥങ്ങൾ മാത്രം എടുക്കാൻ പറ്റുന്നത് വന്നു കഴിഞ്ഞാൽ അവരുടെ ദൗർഭാഗ്യമാണ്. അല്ല വിവക്ഷിതാർത്ഥത്തെ മാത്രം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സൗഭാഗ്യമാണ്. അപ്പോൾ സൗഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് തന്നെ ഈശ്വരന്റെ ഉപാധികർത്തൃത്വമാണ്. ഈശ്വരന്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് ഇവന്റെ കർത്തൃത്വം എന്നുള്ളത്. ജീവകർത്തൃത്വം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഉപാധികർത്തൃത്വമാണ് ജീവനുള്ളത്. ഈശ്വരന്റെ ഉപാധിയിൽ മാത്രമേ സാധു കർമ്മകാരെ ഏപ്യ ലോകത്തിൽ ഒന്നിനേഷയ, അസാധു കർമ്മകാരെ ഏപ്യ ലോകത്തിൽ അതൊന്നിനേഷയ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ചവനെ മീത്തിലോട്ട് കൊണ്ടുവന്നത്, ഇവനെ കെട്ടത് ചെയ്യിപ്പിച്ച് കീഴോട്ട് കൊണ്ടുവന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭഗവാന് ഇങ്ങനെയില്ലായ കർമ്മങ്ങളെ കൊണ്ട് യാതൊരുവിധ ദോഷവും പറ്റില്ല എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. വേദശാസ്ത്രത്തിൽ നിന്ന്. പക്ഷെ ഇതിലേതിനെ വിശേഷ്യഭൂതമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് വിശേഷ വിശേഷണങ്ങളാണ്. ബുദ്ധി തത്വന്നില് ബുദ്ധി ഉപലബ്ധി ജ്ഞാനം അനാർത്ഥാന്തരം എന്ന് പറയുന്നതായ ഇത് അർത്ഥാന്തരം അല്ല. അത് അർത്ഥാന്തരം വ്യവഹാരത്തിലുണ്ട്. ഞാൻ വേറെ നീ വേറെ എന്നുള്ളത്. സാന്ദ്രാനന്ദാവബോധം, സാന്ദ്രമായത് ആനന്ദമായത് അത് അവബോധമായത്, ഇത് ഒന്നിനൊന്ന് വിശേഷ വിശേഷണം. അവബോധത്തിന്റെ വിശേഷണമായിട്ടും എടുക്കാം, ആനന്ദത്തിന്റെ വിശേഷണമായിട്ടും എടുക്കാം. ആനന്ദത്തിന് അവബോധവും സാന്ദ്രതയും. ചിത്തദ്രവ്യം കഠിനം. മനസ്സിൽ നിന്നില്ല എന്താണ് അത് മനസ്സാണ് അലിയുന്നത്. പക്ഷെ അതാണ് കഠിനമായിട്ടുള്ളത്. അപ്പോൾ മനസ്സ് അമനീഭാവം പ്രാപിക്കുന്ന സമയത്താണ് സർവസാക്ഷാത്കാരം, ഇന്ദ്രിയഗത സാക്ഷാത്കാരം അല്ലാതെ, ഇന്ദ്രിയ അവബോധം അല്ലാതെ, ഗൃഹീതം ചക്ഷു ഗൃഹീതം മനഃ ഗൃഹീതം സ്വത്രം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ സുഷുപ്തി എന്നുള്ളതല്ല, വിജ്ഞാനാത്മാ എന്നുള്ളതല്ല. അപ്പൊ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, ഇത് ഉപമിക്കാൻ പറ്റാത്തതാണ്. ഏത് ആഭ്യന്തരഹിതമായിട്ടുള്ളത്, ആദ്യവും ഇല്ല അതിന് അന്തവുമില്ല എന്ന ആ ഒരു ശുദ്ധ ചൈതന്യത്തിന്, പരമാത്മ ചൈതന്യത്തിന്, ആഭ്യന്തരഹിതമായിട്ടുള്ള ആഹജ തന്മാത്രം എന്നുള്ളതായ ചൈതന്യം മാത്രമായിട്ടുള്ളതായ ആ പരമാത്മാവാണ് അവബോധാത്മകമായിട്ടുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്ക് ഉണരാൻ പറ്റുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ വിസ്താരമുണ്ട്, ആദ്യന്തമില്ല. മനുഷ്യന് മാത്രമേ ആദ്യന്തമുള്ളൂ, പക്ഷെ അവന്റെ ബുദ്ധിക്ക് ആദ്യന്തമില്ല. അതുകൊണ്ടാണ് ആ ബുദ്ധിതത്വം, നിശ്ചയാത്മകമായ ബുദ്ധിതത്വത്തിലേക്ക് ലയിക്കുന്നതാണ് മനുഷ്യന്റെ ആത്യന്തിക ലയം എന്ന് പറയുന്നത്. ആ ബുദ്ധിതത്വം എന്ന് പറയുന്ന ആ ബുദ്ധി എന്നുള്ളത് സവിശേഷാത്മകമായിട്ടുള്ളത്. ആ സവിശേഷ ഉപാസനത്തിൽ നിന്ന് സവിശേഷോപാസനത്തിന്റെ ഫലമായ നിർവിശേഷ ആത്മസാക്ഷാത്കാരം എന്നുള്ളതാണ് ജീവൻ മുക്തി എന്നുള്ളതിന് ശേഷം കിട്ടുന്ന അവസ്ഥ. അത് പരമേശ്വരനിൽ ലയിക്കുകയാണ്. ഒരു ചൊട്ട് ജലം കൂടെ ചേർക്കുന്ന സമയത്ത് എങ്ങനെ പിരിക്കാൻ പറ്റുന്നില്ലയോ
തിരിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ശുദ്ധ ചൈതന്യത്തിലേക്ക് അശുദ്ധമായ ജീവചൈതന്യം, ജഡാത്മകമായ ജീവചൈതന്യം, അതായത് എന്താ പറയട്ടെ, അവിദ്യാപൂർവമായത് വിദ്യ വിലയിക്കഴിഞ്ഞാൽ പിന്നെ പിരിച്ചെടുക്കാൻ പറ്റില്ല. വിദ്യയോട് കൂടിയിട്ടായ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വീണ്ടും വീണ്ടും പിരിച്ചെടുക്കപ്പെടുന്നു. അതിന് ശ്രുതിയിൽ വാക്യം പറയുന്നുണ്ട്, വ്യാഘ്രം പോലെ, അത് സിംഹം പോലെ, മറ്റെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാൽ അത് അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നതിന്റെ വാക്യമുണ്ട് ശാന്തോക്യത്തില്. അപ്പോ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം ഉപമിതമല്ല. അതുകൊണ്ട് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം, കാലത്തിനാലും ദേശത്തിനാലും അവധി പറയാൻ പറ്റാത്തതാണ്.